നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിയോ മെസ്സിയെയാണോ ഏർലിംഗ് ഹാലൻഡിനെയാണോ സൈൻ ചെയ്യുക? അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ ആരെ സൈൻ ചെയ്യും? ചോദ്യം പെഡ്രിയോടാണ്. ബാഴ്സലോണയുടെ താരമായ പെഡ്രിയോട്. ഇബായിൽ അനോസുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രീമറാണ് ഇബായിൽ അനോസ്. മെസ്സിയുടെ അടുത്ത സുഹൃത്താണ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ആ ഇബായിൽ അനോസുമായിട്ടുള്ള സംസാരത്തിനിടക്ക് ഈ ഒരു ചോദ്യത്തിനുള്ള പെഡ്രിയുടെ മറുപടി നോക്കുക. തീർച്ചയായിട്ടും മെസ്സിക്കൊരു 19, 20 അല്ലെങ്കിൽ 22 വയസ്സൊക്കെ ആണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സൈൻ ചെയ്യും. പക്ഷെ കറണ്ട്ലി ഞാൻ സൈൻ ചെയ്യുക മെസ്സിയെ അല്ല, ഹാലൻഡിനെ ആയിരിക്കും. കാരണം ഹാലൻഡ് ഒരു ഗോൾ മെഷീനാണ്, ഒരുപാട് ഗോളുകൾ നേടുന്ന താരമാണ്. ഞങ്ങൾക്ക് ശരിയാണ്, ലെവൻഡോസ്കി ഇവിടെ ഉണ്ട്, പക്ഷെ ലെവൻഡോസ്കിക്ക് പ്രായമായി വരുന്നു. എന്തായാലും 60 വയസ്സ് വരെയൊന്നും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരു മികച്ച സ്ട്രൈക്കറെ വേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ സൈൻ ചെയ്യുക ഏർലിംഗ് ഹാലൻഡിനെ ആയിരിക്കും, അല്ലാതെ മെസ്സിയെ അല്ല എന്നാണ് ഇപ്പോൾ പെഡ്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ബാഴ്സലോണയിലേക്ക് ഒരു പുതിയ ഗോൾ മെഷീൻ എത്തിയിട്ടുണ്ട്. ബ്രസീലിയൻ യുവ സൂപ്പർ സ്ട്രൈക്കർ വിക്ടർ റോക്ക്. ഒരുപക്ഷെ അടുത്ത കളിയിൽ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ വിക്ടർ റോക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടി സ്മൈൽ, ചിരി എന്നാണ് പറയാനുള്ളത്. കാരണം എല്ലായ്പ്പോഴും റോക്കർ റൂമിൽ അദ്ദേഹം ചിരിക്കുന്നത് കാണാൻ പറ്റും, വലിയ സന്തോഷത്തിൽ കാണാൻ പറ്റും. അതാണ് ബ്രസീലുകാർ. അവർ ആ ഒരു മാജിക്ക് ബാക്കിയുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പം അദ്ദേഹത്തോട് പുതിയ പെലയാവാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല, പക്ഷെ ആ ഒരു മാജിക് എല്ലാവരിലേക്കും എത്തിക്കാൻ എന്തായാലും ബ്രസീലുകാർക്ക് കഴിയും എന്നുകൂടി ഇപ്പോൾ പെഡ്രി പറയുന്നുണ്ട്. എന്തായാലും വിക്ടർ റോക്കിൽ വലിയ പ്രതീക്ഷ FC ബാഴ്സലോണക്കുണ്ട്. ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലെവൻഡോസ്കി അത്ര മികവിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.